പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ നിയന്ത്രണത്തിലുള്ള കശുമാവിൻ തോട്ടങ്ങളിൽ 1976 മുതലാണ് തുടർച്ചയായി വർഷത്തിൽ 3 തവണ ഏരിയൽ സ്പ്രേയിങ്ങിലൂടെ എൻഡോസൾഫാൻ തളിച്ചത്. 4000-ഓളം മനുഷ്യരാണ് ഇതിനാൽ രോഗാതുരമായത്. നിരവധി ജീവൻ പൊലിഞ്ഞു. നിത്യരോഗികളായവരിൽ വികലാംഗരും ക്യാൻസർ ബാധിച്ചവരുമാണ് കൂടുതൽ. ശ്വാസോച്ഛ്വാസത്തിൻ്റെ താളം നഷ്ടപ്പെട്ടവരുടെയും പൊടിയുന്ന അസ്ഥിയുള്ളവരുടെയും ദയനീയ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മരണപ്പെട്ട 135 പേരുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ് സർക്കാരിൻ്റെ 50,000 രൂപ കിട്ടിയത്. സർക്കാരിൻ്റെ 50 ലക്ഷം രൂപയുടെ ചികിത്സാ പാക്കേജിനും ഇതേ അവസ്ഥയാണ്. ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. എൻമകജെ, കുമ്പടാജെ, മൂളിയാർ എന്നിവയാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ള പഞ്ചായത്തുകൾ. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 15ഓളം ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി 4000 കുടുംബങ്ങളാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ഇന്ന് ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിരാകരിക്കപ്പെട്ടുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ പുനരധിവാസം ഇന്നും നമുക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. നമ്മുടെ ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും ഇരകളാണിവർ. മുതലാളിത്ത വികസനത്തിൻ്റെ ഇരകൾ. ഇവരെ സഹായിക്കുക എന്നത് നമ്മുടെ സാമൂഹ്യ ബാധ്യതയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും നാമമാത്രമാണ്. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെയാണ് ഈ ദുരിത ബാധിത മേഖലയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഈ രംഗത്ത് ചില കാൽവെപ്പുകൾ നടത്താൻ ആഗ്രഹിക്കുന്നു. അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഭക്ഷണം ലഭിക്കണം. അവർക്ക് സാധ്യമാകുന്ന അളവിൽ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സംവിധാനമൊരുക്കണം. പാർപ്പിടമില്ലാത്ത പാവപ്പെട്ടവർക്ക് തങ്ങാൻ ഒരു കൂരയെങ്കിലും നിർമ്മിച്ചു കൊടുക്കണം. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി. ഈ പദ്ധതിയിൽ കേരളീയരായ മുഴുവൻ സഹോദരങ്ങളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നടക്കുമ്പോൾ അങ്ങനെ പാലിച്ചിട്ട് വീണത് ഞാൻ തന്നെ അറിയുന്നില്ല. ചാക്ക് എൻ്റെ അങ്ങനെ ചാക്ക് 10 വയസ്സിലായ പിന്നെ ഞാൻ മെച്ചിട്ടാകുമ്പോൾ കണ്ടില്ല. ഞാൻ ഈ സ്കൂളിലുണ്ടായ ഞാൻ ഉപ്പ ഉണ്ടാക്കുന്ന നടന്നിട്ട് തന്നെ ഒരു മണിക്കൂർ നടക്കണം. പാടിന്ന് കുറച്ച് സമയം നിന്നിട്ട് പോകും. ഞാൻ ഒരുന്നപ്പോയെങ്കിൽ പിറ്റേ ദിവസം പോയില്ല. നമുക്ക് കഴിയുന്നില്ല. ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, ഏത് കൊടും ചതിയും ചെയ്യാൻ കഴിവുള്ള ക്രൂരനായി മാറിയിരിക്കുന്നു മലയാളം. ഈ കുഞ്ഞുങ്ങളെ നോക്കും, അത് മാത്രം അതിന് ലക്ഷ്യം. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് ചികിത്സ കൊടുത്ത് അവരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. പക്ഷെ അവർക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കും. ഒരു വഴിയിൽ കിടന്ന് മരിക്കാൻ പാടില്ല. അവരുടെ രക്ഷിതാക്കൾക്ക് അവരെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആ വിധത്തിൽ പരിഭ്രമിക്കുന്നവർക്ക്, മഹാരോഗങ്ങളിൽപ്പെട്ട് ഈ മൃത്യുമായിട്ട് എന്നും ഇങ്ങനെ നിരന്തരം മല്ലടിച്ച് കഴിയുന്നവർക്ക്, വേദനിക്കുന്നവർക്ക്, തളരുന്നവർക്ക് ഒക്കെ ഒരു കൈത്താങ്ങ് കൊടുക്കാൻ സാധിക്കും. അത്രയെങ്കിലും ചെയ്യാൻ സോളിഡാരിറ്റി മുമ്പോട്ട് വന്നതിൽ അഭിമാനമുണ്ട്. അവർക്ക് ഈശ്വരാനുഗ്രഹം വേണം. ഈ കാസർഗോഡ് ജില്ലയുടെ ഏകദേശം ഒരു 10 പഞ്ചായത്ത്, ഒരു 20 വില്ലേജസിൽ ഈ എൻഡോസൾഫാൻ ദുരിതബാധിത കുറേ കുടുംബങ്ങളുണ്ട്. ചെറിയ ചെറിയ കുട്ടികളുണ്ട്, പിന്നെ അമ്മമാരുണ്ട്,
വേറെ ഏജ് ഗ്രൂപ്പിൻ്റെ ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഫേറ്റ് ഈസ് സീൽഡാണ്. അപ്പോൾ ഇവർക്ക് മരുന്നുകൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല. അവരെ ദുരിതങ്ങളെ, അവരെ എന്താ ഈ അസുഖങ്ങളെ നമ്മൾക്ക് മാറിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റേജിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമൂഹം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു റീഹാബിലിറ്റേഷൻ, ഒരു സാന്ത്വനം കൊടുക്കുന്ന പണി നമ്മൾക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും വളരെ മുമ്പ് വരുന്ന കേരളത്തെ സമൂഹം ഇങ്ങനത്തെ കാര്യത്തേക്ക് വലിയ താല്പര്യത്തോടെ മുമ്പ് വരുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. മെഡിക്കൽ ക്യാമ്പുകൾ. ഇത്തരം ക്യാമ്പുകളിലെ തിരക്ക് എൻഡോസൾഫാൻ എത്ര വ്യാപകമായാണ് ജനങ്ങളെ ബാധിച്ചതെന്ന് തെളിയിക്കുന്നു. ഇതൊരു അപകട സൂചനയാണ്. കീടനാശിനികൾ ആവോളം ചേർത്തുള്ള നമ്മുടെ കാർഷിക രീതികൾ, നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കീടനാശിനികളും രാസവളങ്ങളും കൊണ്ട് കൊഴുപ്പിച്ച ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും, നമ്മുടെ ഭക്ഷണശീലങ്ങൾ, ഭയപ്പാടോടെ നാം ഓർക്കണം. ദുരന്തം നാളെ നമ്മുടെ ഗ്രാമത്തിലും ആവർത്തിക്കുമോ? പുതിയ രൂപത്തിൽ, പുതിയ പേരുകളിൽ. പിന്നെ ഞാൻ 4 കുഞ്ഞുങ്ങളുണ്ട്. ഇത് എൻ്റെ വീട് ഇങ്ങനത്തത്. പിന്നെ ചിലവിന് വലിയ ബുദ്ധിമുട്ടിലുള്ളത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മരിച്ച മോൾക്ക് വലിയ തല വലിയതായിട്ട് പിന്നെ കുഞ്ഞിക്കാനോ ഒന്നും കഴിഞ്ഞിട്ട്. രോഗിയായ എൻ്റെ കുട്ടിയുടെ ചികിത്സ പലതരത്തിലും പല രൂപത്തിലും പിന്നെ സാമ്പത്തികമായും എല്ലാ കാര്യവും ഞാൻ നോക്കി നടത്തിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മലബാർ മാർക്കറ്റ് കമ്മിറ്റിയുടെ ഒരു സ്റ്റാഫായിരുന്നു. സർവീസിൽ നിന്ന്, അതായത് ജോലിക്ക് ശരിക്ക് ഹാജരാകുന്നില്ല എന്നുള്ള നിലയ്ക്ക് പിന്നെ റിമൂവ് ചെയ്യുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. വേറെ ജോലിക്ക് പോകുന്നുണ്ടോ എന്നാണ് അവർ സംശയിച്ചത്. ഡോക്ടർമാർ പിന്നെ ഇത് സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ടുണ്ട്, വീൽ ചെയറിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായി. പക്ഷേ ഇതുവരെ വീൽ ചെയർ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. എൻഡോസൾഫാനിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. നമ്മൾക്ക് ഗവൺമെൻറ്റിന് ഭാഗത്തുനിന്ന് കുറച്ച് പേര് മരിച്ചവർക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടി. അസുഖമുള്ളവരെ കുറച്ച് പേരെ കൊണ്ടുപോയിട്ട് മാംഗ്ലൂർ പിന്നെ ഇങ്ങനത്തെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കുറച്ച് പേർക്ക് സർജറി നടത്തി. ആയെങ്കിലും നമ്മൾ കാണുന്ന ഇവിടെ ക്രോണിക്കായിട്ട് അസുഖങ്ങൾ ഉള്ളവർക്ക് ഇനിയും ശരിയായിട്ട് അവരെ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ വേണ്ട ഒരു പ്രോജക്റ്റും ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല ഇതുവരെ. റീഹാബിലിറ്റേഷൻ എങ്ങനെ ചെയ്യാം, അവരെങ്ങനെ നമ്മൾ അവരെ ജീവിതം, എത്ര പേര് ക്രോണിക്കായിട്ട് അവർ കിടത്തത്തിലുണ്ട്, അവർക്ക് അവരെ ഇള്ളത്ര ദിവസം അവർ ഒരു നല്ലതായ രീതിയിൽ എങ്ങനെ ജീവിക്കാൻ അവർക്ക് നമ്മൾ സഹായം കൊടുക്കാനായിട്ട് നമ്മൾ ചിന്തിക്കണം. കുറേ TV-ക്കാരും വന്നു, പത്രക്കാരും വന്നു. ഈ കുട്ടികളെ മരിച്ചിട്ട് ഞാൻ പോയി. എന്നിട്ട് ഈ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു സഹായമില്ല. ഗവൺമെൻറ് നായെങ്കിലും ഒരു സഹായമില്ല. പിന്നെ മരുന്നടി അടിക്കുന്നതെന്നും ഇതും പറഞ്ഞുകൊണ്ടാണ് പത്രത്തിൽ ആടെ ഇടയിൽ
പിന്നെ എന്തിനാണ് എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ പോകുന്നത്? എനിക്ക് മരുന്നിന് അസുഖത്തിന് ഒരു എന്തെങ്കിലും ഇത് കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിന് വേണ്ടി കളിച്ചത്. പിന്നെയും വരുന്നുണ്ട്. ഇനി എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ എവിടെയും പോയില്ല. ഞാൻ ഈ ബസ്സിന് പൈസ ചിലവിട്ട് ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ ഞാൻ ഒറ്റ വന്ന് പണിയെടുക്കുന്നു. എൻ്റെ അച്ഛന് സുഖമില്ല. ഒരു മോന് ഇപ്പോൾ കോളേജിൽ പോയിക്കൊണ്ടുതന്നെ കോളേജ് നിർത്തിയിട്ട് ഞാൻ പണിക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അത് പണിയെടുത്തിട്ടും വീട് കഴിയുന്നത്. എന്ത് മന്ത്രി ആര് വന്നിട്ട് എൻ്റെ കുട്ടികൾക്ക് ഒരു സഹായം ഇല്ലല്ലോ. ഈ കുഞ്ഞുങ്ങളെല്ലാം നോക്ക്, അതേമാതിരി ഇല്ല കുട്ടികളല്ലേ ഇത്. ആ കുട്ടികളെ കണ്ടിട്ട് ഞാൻ ഈ കുട്ടികളെ കണ്ട് സഹിക്കുന്നത് എങ്ങനെ? പത്രക്കാർ, വീഡിയോക്കാർ എല്ലാം വരുന്നു, ഇവിടെ എടുക്കുന്നു, പോന്നു. ഇതിൻ്റെ ഒരു സഹായം നമ്മൾക്ക് കിട്ടുന്നില്ല. ഇനി എല്ലാവർക്കും കൊണ്ടുപോകുന്നില്ല. ഞാൻ ഗവൺമെൻറ്റിന് ഒരു സഹായവും ഇല്ല. ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ പിന്നെ ആവേശമായിട്ട് ഞാൻ കൊടുക്കുന്നത് ഇതെന്നെ കൊണ്ടുപോകുന്നില്ല. എല്ലായിടത്തും പിടിച്ചിട്ട് ഇനി കലക്ടറേറ്റിൽ കൊണ്ടുപോകണം. ഈ കുട്ടികളെ കൈ പിടിച്ചിട്ട് ഞാൻ കലക്ടറേറ്റിൽ പോന്നു. ഇനി എവിടെന്നെങ്കിൽ പണിയെടുത്തിട്ട് പൈസ ആക്കിയിട്ട് എന്നാൽ കലക്ടറേറ്റ് ഈ കുട്ടികളെ കൊണ്ട് ഞാൻ പോന്നു. മരുന്നടിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ആദ്യ തൊലിരായിട്ട് വീണ്ടും ചൊറിഞ്ഞിട്ട് വെളിയുന്നവരെ ഉറക്ക് കുട്ടികൾക്കില്ല. ഇത് കണ്ട് സഹിച്ചിട്ട് ഞാൻ നിൽക്കുന്നില്ല. സ്കൂൾ 4 വരെ പോയി. പിന്നെ കുട്ടികൾ അടുക്ക ഇരുന്നിട്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇരിക്കണ്ട, നിങ്ങൾ മാറുന്നു ഇങ്ങനെ പറഞ്ഞ് മതിയാക്കി. സുജിത്ത് നമ്മളീ കുഞ്ഞുങ്ങളെ കാഴ്ച വെക്കുന്ന കണക്ക് നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഇതിന് പറഞ്ഞിട്ട് എൻ്റെ കഷ്ടം കണ്ടിട്ട് എന്തിനാണ് ഞാൻ ഇതാക്കുന്നില്ലത്? അതുകൊണ്ട് ഇനി ഈ ഇടത്തേക്ക് ഈ പഠിക്കലിന് നേരെ നിങ്ങൾ ആരും വരണ്ട. ഇൻഡോസൾഫാൻ നമ്മുടെ ജീവിതത്തിൻ്റെ കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കും വളരെ പ്രയോജനകരമാണെന്നുള്ളതായ തെറ്റിദ്ധാരണയിൽ വിഷം നിറഞ്ഞതായ വിഷമാലിന്യം കൊണ്ട് ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നതായ ഈ കെമിക്കൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായി 4000-ഓളം കുടുംബങ്ങൾ ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് പ്രത്യേകിച്ച് ഈ ദുരിതം അവസാനിപ്പിക്കണമെങ്കിൽ പല വൈകല്യങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളതായ ഈ ഇൻഡോസൾഫാൻ എന്ന് പറഞ്ഞതായ പ്രയോഗം നിർത്തുക മാത്രമല്ല, ഇവർക്ക് പുനരധിവാസത്തിനുള്ളതായ സർവ്വ ഏർപ്പാടുകൾ ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ്. ഇത് വിജയിക്കണം എന്നുള്ളതായ ആഗ്രഹമുണ്ട്. നിങ്ങൾ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിജയിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ദേശസ്നേഹപരമായ ഈ പ്രവർത്തനത്തിന് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുവിൻ എന്ന് പറയുകയാണ്. ലക്ഷ്യം നേടുന്നത് വരെ നമുക്ക് പോരാടാം. കാസർഗോഡ് ജില്ലയിലെ 11 പഞ്ചായത്തുകളിലെ വിവിധ ഗ്രാമങ്ങളിൽ കീടനാശിനി എന്ന പേരിൽ കോരിച്ചൊരിഞ്ഞ കൊടും വിഷം കാരണമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരുടെ കഥയറിയണമെങ്കിൽ ആ പ്രദേശങ്ങളിലൂടെ തന്നെ സഞ്ചരിക്കണം. കീടനാശിനിക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും കീടനാശിനി മുതലാളിമാർക്കെതിരെയും സമരം ചെയ്യുക മാത്രമല്ല, ദുരന്ത ബാധിതരായ ആളുകൾക്ക് സഹായമെത്തിക്കുക കൂടി തങ്ങളുടെ ബാധ്യതയാണ് എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ബൃഹത് പദ്ധതിക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് രൂപം നൽകിയിരിക്കുന്നു. ജനസേവനം ഞങ്ങൾക്ക് ദൈവാരാധന എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ നമ്മുടെയൊക്കെ ബാധ്യത സ്വന്തം ബാധ്യതയായി ഏറ്റെടുത്ത് നിർവഹിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ദുരന്തബാധിതരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഭക്ഷണം, അവരുടെ താമസ സൗകര്യം,
ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലയെയും സ്പർശിക്കുന്നതാണ് ബൃഹത്തായിട്ടുള്ള ഈ പുനരധിവാസ പദ്ധതി. ഈ ഒരു പദ്ധതി കൊണ്ട് എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുകയില്ലെങ്കിലും സോളിഡാരിറ്റി വിചാരിക്കുന്നത് ദുരന്തബാധിതരായ ആളുകളിൽ ചിലർക്കെങ്കിലും ഒരു കൈത്താങ്ങായി തീരാൻ കഴിയും എന്നാണ്. എനിക്ക് എല്ലാ മനുഷ്യസ്നേഹികളോടും പറയാനുള്ളത്, നിങ്ങളെ എല്ലാവരെയും കണ്ടുവച്ചുകൊണ്ടാണ് ഇത്തരമൊരു ബൃഹത് പദ്ധതിക്ക് സോളിഡാരിറ്റി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായവും സഹകരണങ്ങളും ഈ പദ്ധതി നടപ്പാക്കുന്ന വിഷയത്തിൽ സോളിഡാരിറ്റി പ്രവർത്തകർക്ക് നൽകിയേ പറ്റൂ. നാം ചെയ്യുന്ന ഓരോ സഹായവും മനുഷ്യ സ്നേഹത്തിൻ്റെ അടയാളമായി ഭവിക്കുകയും ഈ ലോകത്തും പരലോകത്തും അതിൻ്റേതായ ഗുണം നമുക്ക് ലഭിക്കുകയും ചെയ്യും. പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബോംബും മിസൈലും തോരാതെ പെയ്യുന്ന ഇറാഖിൽ നിന്നോ ഫലസ്തീനിൽ നിന്നോ ഉള്ള ദൃശ്യങ്ങളല്ല. നാമെല്ലാം അഭിമാനിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ മലയാളം സംസാരിക്കുന്നവർ തന്നെയാണ് ഇവർ. നിത്യദുരിതത്തിലായ ഈ സഹജീവികൾക്കൊരാശ്വാസമാകാൻ നമുക്ക് കഴിയില്ലേ? കഴിയണം. ദൈവാനുഗ്രഹത്താൽ പുനരധിവാസത്തിൻ്റെ ഒരു ചെറു പദ്ധതിയുമായി സോളിഡാരിറ്റി മുന്നോട്ടു പോവുകയാണ്, നിങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച്.